കർത്താവിന്റെ നാമത്തിന് മഹത്വവും സ്തുതിയും സ്തോത്രവും ഉണ്ടാകുമാറാകട്ടെ. ഒരിക്കൽ കൂടെ ബഹുമാന്യരായ കർത്താവിന്റെ ദാസന്മാരെയും ദൈവജനത്തെയും ക്രിസ്തുവിന്റെ നാമത്തിലുള്ള വന്ദനങ്ങൾ അറിയിക്കും. നമ്മള് വെളിപ്പാട് പുസ്തകം 4-5 അധ്യായങ്ങൾ വരെ പഠിക്കുവാനായിട്ട് താല്പര്യപ്പെട്ട് നോക്കി. തുടർന്ന് 6-ാം അധ്യായം മുതൽ നമ്മൾ പഠിക്കുവാൻ വേണ്ടിയിട്ട് താല്പര്യപ്പെട്ടു. എന്നാൽ ഇന്ന് പൊതുവെ അവിടെ പറയുന്ന കാര്യങ്ങൾ വെറും ചരിത്രത്തിൽ സംഭവിച്ച കാര്യങ്ങളാണ് എന്ന് പറഞ്ഞ് അത് ഭാവിയിൽ സംഭവിക്കുവാനുള്ളതല്ല എന്ന് ഉപദേശിച്ചും ഒക്കെ കൊണ്ട് പലരുടെ ഇടയിലും ആശയക്കുഴപ്പം ഉണ്ടാകുന്നു എന്നുള്ളതിനാൽ നമ്മൾ 1-2 കാര്യങ്ങൾ ആദ്യം ഒന്ന് നോക്കാം എന്ന് വെക്കുകയായിരുന്നു. അതായത് അതിൽ ഒന്നാമത്തെ കാര്യം, യേശു വരുമോ, യേശുവിന്റെ മടങ്ങിവരവ് സംഭവിക്കുമോ, വല്ല ഗ്യാരണ്ടിയും ഉണ്ടോ, ഉറപ്പുണ്ടോ, തെളിവുണ്ടോ എന്നുള്ളതാണ് നാം നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഉറപ്പ് അല്ലെങ്കിൽ അതിനുള്ള തെളിവുകളുമുണ്ട്, അടയാളങ്ങളുമുണ്ട്. എന്നാൽ അടയാളങ്ങളിലേക്ക് നമ്മളിപ്പോൾ പോകുന്നില്ല, പകരം അതിൻ്റെ ഉറപ്പുകളിലേക്കാണ് നമ്മൾ പോകുന്നത്. എന്താണ് കർത്താവ് വരും എന്നുള്ളതിൻ്റെ ഉറപ്പ് അഥവാ ഗ്യാരണ്ടി? നമ്മൾ എത്ര കൂട്ടം കാര്യങ്ങൾ കണ്ടു എന്ന് ഓർമ്മ കാണുമായിരിക്കുമല്ലോ. 6 കൂട്ടം കാര്യം, 6 കാര്യങ്ങളാണ് നമ്മൾ കണ്ടത്. ഏറ്റവും ഒടുവിലായിട്ട് നമ്മൾ കണ്ടത് അപ്പോസ്തോലന്മാരുടെ സാക്ഷ്യത്തിന്റെ തെളിവ് അഥവാ ഉറപ്പ് എന്നുള്ളതായിരുന്നു. അപ്പോസ്തോലന്മാർ, പ്രത്യേകിച്ച് പുതിയ നിയമത്തിന്റെ എഴുത്തുകാർ, അവര് 8 പേരാണുള്ളത്. അവരിൽ ഒരാളല്ല എബ്രായ ലേഖനം എഴുതിയത് എങ്കിൽ +1 എന്നും നമ്മൾ കണ്ടു. അങ്ങനെ പുതിയ നിയമ എഴുത്തുകാരെല്ലാവരും, എബ്രായ ലേഖനകർത്താവ് ഉൾപ്പെടെ ഉള്ളവർ, നമുക്ക് എഴുതി തന്നിരിക്കുന്ന കാര്യമാണ് യേശു കർത്താവ് വരും എന്നുള്ളത്. അതിന് ഓരോരോ തെളിവുകൾ നമ്മൾ ഇന്നലെ കാണുകയുണ്ടായി. സ്തോത്രം. അടുത്തത് 7-ാമത്തെ തെളിവ്, ദ ടെസ്റ്റിമണി ഓഫ് ദ ലോർഡ്സ് സപ്പർ, തിരുവത്താഴത്തിന്റെ സാക്ഷ്യം 7-ാമത്തെ തെളിവായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. സ്തോത്രം. ടെസ്റ്റിമണി ഓഫ് ദ ലോർഡ്സ് സപ്പർ, തിരുവത്താഴത്തിന്റെ സാക്ഷ്യം. 1 കൊരിന്ത്യർ 11:26 വാക്യം, 1 Corinthians 11:26 നാം കാണുന്നു. എടുത്തെങ്കിലും ഒന്ന് വായിച്ചോളൂ. അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. തിരുവത്താഴം അത് കർത്താവ് വരുവോളം അവന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. തിരുവത്താഴം യേശുക്രിസ്തുവിന്റെ മരണത്തെ ഓർമ്മപ്പെടുത്തുന്നതാണ് എന്ന് പറയുമ്പോൾ തന്നെ എന്നുവരെ, എപ്പോൾ വരെ എന്ന് യേശു കർത്താവ് അവിടെ വ്യക്തമാക്കിയിട്ടുണ്ട്. കർത്താവ് വരുവോളം. അപ്പോൾ തിരുമേശ ഇന്നും നമ്മുടെ സഭകളിൽ ഉണ്ട്. നമ്മുടെ
സഭായോഗങ്ങളിൽ നാം തിരുമേശ ആചരിക്കുമ്പോൾ ഉറപ്പു തരുന്ന ഒരു കാര്യമാണ്, കർത്താവ് ഇതുവരെ വന്നിട്ടില്ല, എന്നാൽ യേശു വരും. നമ്മളൊരു ചെറിയ പിശക് പലപ്പോഴും അവിടെ ചെയ്യാറുണ്ട്. നമ്മളെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഉപദേശമായി പണ്ടൊരിക്കൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എങ്കിലും ഒന്നും കൂടെ ആവർത്തിക്കുന്നു. ഞങ്ങള് തിരുവത്താഴമൊക്കെ കഴിഞ്ഞിട്ട് അപ്പവീഞ്ഞുകൾ ശേഷിക്കുമ്പോൾ ആ ശേഷിച്ചതിനെ ചൊല്ലി പറയാറുണ്ട്, പ്രിയപ്പെട്ടവരെ, മേശമേൽ അപ്പവീഞ്ഞുകൾ ശേഷിച്ചിരിക്കുന്നു. ഇത് നമ്മളെ വിളിച്ചറിയിക്കുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ കർത്താവ് വന്നിട്ടില്ല. മറ്റൊന്ന്, നമ്മുടെ സമശിഷ്ടങ്ങൾ പലരും ഇതിൽ പങ്കാളികളാകുവാനുണ്ട്. പക്ഷെ അവിടെ ഞങ്ങൾ ചെയ്യുന്ന ഒരു ചെറിയ പെശക്, ഈ ശേഷിച്ച അപ്പവീഞ്ഞുകളാണോ ഈ കാര്യം പറയുന്നത്? അല്ല, അല്ല, ശേഷിച്ച അപ്പവീഞ്ഞുകളല്ല. ആ ശുശ്രൂഷ തന്നെ നമ്മെ വിളിച്ചറിയിക്കുന്നത് യേശു വന്നിട്ടില്ല ഇതുവരെ, പക്ഷേ കർത്താവ് വരും എന്നാണ്. ആ ശുശ്രൂഷ തന്നെ നമ്മെ വിളിച്ചറിയിക്കുന്നത് ഇനിയും ധാരാളം പേർ രക്ഷിക്കപ്പെടുവാനായിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് അപ്പവീഞ്ഞികളുടെ ശേഷിപ്പല്ല, പകരം ആ അപ്പവീഞ്ഞുകളുടെ ശുശ്രൂഷ തന്നെ യേശുവിൻ്റെ വരവിന് ഉറപ്പാണ്, യേശുവിൻ്റെ വരവിനുള്ള ഗ്യാരണ്ടിയാണ്. സ്തോത്രം. നാം കേവലം തിരുമേശയിൽ ക്രൂശ് മാത്രമല്ല ധ്യാനിക്കേണ്ടത്. അതിനാണ് ചില ഭക്തന്മാര് പറഞ്ഞിട്ടുള്ളത്, കർത്തൃമേശയിൽ നമ്മൾ 3 C എന്ന അക്ഷരം, ഇംഗ്ലീഷിലെ C എന്ന അക്ഷരത്തെ 3 പ്രാവശ്യം ഓർക്കണമെന്ന്. അതിൽ ഒന്നാമത്തെ C സ്റ്റാൻഡ്സ് ഫോർ ക്രോസ്. ക്രൂശ് എന്നുള്ളതിനാണ് ഒന്നാമത്തെ C, ക്രോസ്. അതെ, തീർച്ചയായും നാം കർത്താവായ യേശുവിൻ്റെ ക്രൂശിനെ ധ്യാനിക്കേണ്ടതുണ്ട്. അത് അവിഭാജ്യ ഘടകമാണ്. രണ്ടാമത്തെ C, കോൺഷ്യൻസ്, മനസാക്ഷിയെ കുറിക്കുന്നു. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം, സ്തോത്രം, തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിക്കുകയും ഈ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യാൻ. സ്തോത്രം. കോൺഷ്യൻസ്, നമ്മുടെ മനസാക്ഷി. മൂന്നാമത്തെ C സ്റ്റാൻഡ്സ് ഫോർ ദ ക്രൗൺ. ക്രൗൺ, കിരീടം എന്നുള്ളതാണ് മൂന്നാമത്തെ C കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് തിരുമേശയിലേക്ക് നാം അടുത്തു വരുമ്പോൾ നമ്മുടെ കർത്താവിൻ്റെ മഹത്വത്തെ കുറിച്ചും ഓർക്കണം, നമുക്ക് ലഭിക്കുവാൻ പോകുന്ന തേജസ്സിനെയും പ്രതിഫലത്തെയും മഹത്വത്തെയും കുറിച്ചും ഓർക്കണം. വെറുതെ ക്രൂശ് മാത്രം ഓർത്ത് കരഞ്ഞോണ്ട് പോകാനുള്ളതല്ല തിരുമേശ. തീർച്ചയായും നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി സഹിച്ച പങ്കപ്പാടുകളെ ഓർക്കുകയും തകർന്ന ഹൃദയത്തോടെ ദൈവസന്നിധിയിൽ നാം അത് നിമിത്തമായിരിക്കുകയും വേണം. നമ്മുടെ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തിന്റെ വലിപ്പത്തെ നാം ഓർത്ത് ഉള്ളം നുറുങ്ങിയവരായ ദൈവസന്നിധിയിലായിരിക്കണം. അത് സത്യം തന്നെ. പക്ഷേ ആ ഒരു വേദനയും കരച്ചിലും മാത്രം അല്ല നമുക്കുണ്ടാകേണ്ടത്. സ്തോത്രം. മുൻപോട്ട് നോക്കി വരുവാനുള്ള മഹത്വത്തെയും കൂടെ നാം കാണേണ്ടതുണ്ട്. സ്തോത്രം. അതാണ് ക്രൗൺ, കിരീടം. നമുക്ക് ലഭിപ്പാൻ പോകുന്ന കിരീടം, യേശു വെച്ചിരിക്കുന്ന കിരീടം. നമ്മൾ പാട്ടുപാടുമല്ലോ, മുൾമുടി അണിഞ്ഞു രക്തധാരിയായവൻ
പൊൻ കിരീടം ചൂടി തേജോ പൂർണ്ണനായിതാ. അതെ, ഇത് രണ്ടും നമ്മുടെ ദൃഷ്ടിയിൽ പെടണം. പുറകോട്ട് നോക്കി നമുക്ക് വേണ്ടി മുൾമുടി അണിഞ്ഞ കർത്താവിനെ കാണുമ്പോൾ തന്നെ മുൻപോട്ട് നോക്കി തേജസ് വാരി ഉടുത്തിരിക്കുന്ന നമ്മുടെ കർത്താവിനെയും നാം കാണണം. സ്തോത്രം. അത് മാത്രമല്ല, ആ തേജസിന്റെ കർത്താവ് ഇനി വരികയും നമ്മെയും തന്നോട് അനുരൂപരാക്കി തീർക്കുകയും ചെയ്യും എന്നുള്ള പ്രത്യാശ നമുക്ക് വേണം. അത് അത്ര നമ്മൾ ധ്യാനിക്കാതെയാണ് തിരുവത്താഴത്തിന് ശേഷം വിശുദ്ധ ചുംബനം കൊടുക്കുമ്പോൾ പ്രത്യാശയോട് ഒരു പാട്ട് പാടാമെന്ന് പറയുന്നത്. അത് കേവലം ഒരു ചടങ്ങായി മാറാതെ തിരുമേശയിൽ യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവിന്റെ കാതലായ സന്ദേശം ഉൾക്കൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കി നാം അത് ധ്യാനിക്കേണ്ടതായിട്ടുണ്ട്. സ്തോത്രം. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. സ്തോത്രം. ഇന്നലത്തെയും ഇന്നത്തെയും വിഷയങ്ങളിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഒന്നും ഇല്ല എന്ന് കരുതട്ടെ. എങ്കിൽ എട്ടാമത്തെ ഗ്യാരണ്ടി. സ്തോത്രം. എട്ടാമത്തെ ഗ്യാരണ്ടി, the prayer of the church, the guarantee or the proof of the testimony of the prayer of the church. എട്ടാമത്തെ തെളിവാണ് ദൈവസഭയുടെ പ്രാർത്ഥന അല്ലെങ്കിൽ പ്രാർത്ഥനയുടെ സാക്ഷ്യം. വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഏറ്റവും ഒടുവിലത്തെ പ്രാർത്ഥന എന്താണ്? ആമേൻ. കർത്താവായ യേശുവേ വരണമേ. സ്തോത്രം. വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും ഒടുവിലത്തെ പ്രാർത്ഥനയാണ് നമ്മൾ യോഗം കഴിയുമ്പം ഉരുവിടാറുള്ള ആ ഒരു പ്രസ്താവന. ആമേൻ. കർത്താവായ യേശുവേ വരയണമേ. വെളിപ്പാട് 22:20 വാക്യമാണ്. സ്തോത്രം. ആമേൻ. കർത്താവായ യേശുവേ വരയണമേ. അതിലും പലർക്കും കൺഫ്യൂഷൻ ഉണ്ട്. നമ്മുടെ ഇടയിലും കുറച്ച് ദിവസത്തിന് മുമ്പ് അങ്ങനെ ചോദ്യം വന്നിരുന്നു. ആമേൻ കർത്താവായ യേശുവേ വേഗം വരണമേ എന്നാണോ പറയേണ്ടത്, വരണമേ എന്ന് പറഞ്ഞാൽ മതിയോ? ചിലര് പറയുന്നത്, ഉപദേശിക്കുന്നത് ആ പ്രാർത്ഥന പ്രാർത്ഥിക്കരുതെന്നാണ്. ധാരാളം പേർ ഇനിയും രക്ഷിക്കപ്പെടാനായിട്ടുണ്ട്. ഒത്തിരി പേര് ഇനിയും സുവിശേഷം കേൾക്കാനായിട്ടുണ്ട്. അതുകൊണ്ട് കർത്താവായ യേശുവേ വരയണമേ എന്നോ വേഗം വരയണമേ എന്നോ പറയരുതെന്ന്, പ്രാർത്ഥിക്കരുതെന്ന് പഠിപ്പിക്കുന്നവരും നമ്മുടെയൊക്കെ ഇടയിലുണ്ട്. എന്നാൽ വെളിപ്പാട് പുസ്തകത്തിൽ നാം കാണുന്ന, ബൈബിളിൽ നാം കാണുന്ന ഏറ്റവും ഒടുവിലത്തെ പ്രാർത്ഥന ദൈവസഭയുടെ പ്രാർത്ഥനയാണ്. സ്തോത്രം. കർത്താവായ യേശുവിന്റെ മടങ്ങിവരവനായിട്ടുള്ള പ്രാർത്ഥന. യേശു കർത്താവ് നമ്മെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ച ഡിസൈപ്പിൾസ് പ്രയർ, ലോർഡ്സ് പ്രയർ അല്ല. സ്തോത്രം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ എന്നുള്ളത് കർത്താവിന്റെ പ്രാർത്ഥനയല്ല, അത് ശിഷ്യന്റെ പ്രാർത്ഥനയാണ്. സ്തോത്രം. ആ പ്രാർത്ഥനയിൽ യേശു പഠിപ്പിച്ച ആദ്യത്തെ 3 പ്രാർത്ഥനാ വിഷയങ്ങളും എന്തിനെ സംബന്ധിക്കുന്നതാ? കർത്താവിന്റെ വരവുമായി ബന്ധപ്പെട്ടതാ. ഇനിയും നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ എന്നുള്ളത് മാറ്റിവെച്ചാൽ പോലും ബാക്കി രണ്ടും കർത്താവിന്റെ വരവുമായി ബന്ധപ്പെട്ടതാ. നിന്റെ രാജ്യം വരയണമേ. യേശു നമ്മെ പഠിപ്പിച്ചതാ. അത് നമ്മൾ പ്രാർത്ഥിക്കണം.
ചിലർ സോക്കോൾഡ് സുവിശേഷ തീഷ്ണത കൊണ്ട് പഠിപ്പിക്കുന്ന ആ തെറ്റായ പഠിപ്പീരിലേക്ക് നാം പോകരുത്. സുവിശേഷ തീഷ്ണത കൊണ്ടും ആത്മഭാരം കൊണ്ടുമാണ് അങ്ങനെ പഠിപ്പിക്കുന്നത് എന്ന് വരുത്തി തീർക്കുകയോ, അല്ലെങ്കിൽ ഒരുപക്ഷെ ആ തീഷ്ണത കൊണ്ട് തന്നെയായിരിക്കാം അവർ പഠിപ്പിക്കുന്നത്. പക്ഷേ അത് തെറ്റായ ഒരു ശിക്ഷണമാണ്. യേശുവിന്റെ വരവിനായി നമ്മൾ പ്രാർത്ഥിക്കണം. ഭൂമിയിൽ ദൈവരാജ്യ സ്ഥാപനത്തിനായി നമ്മൾ പ്രാർത്ഥിക്കണം. ഭൂമിയിൽ ദൈവ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ആകുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ഇതെല്ലാം തന്നെ കർത്താവിന്റെ വരവുമായി ബന്ധപ്പെട്ടതാണ്. സ്തോത്രം. നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. അതിൻ്റെയും പൂർണ്ണത എപ്പോൾ മാത്രമേ സംഭവിക്കൂ? കർത്താവിന്റെ വരവിനോടനുബന്ധിച്ചേ സംഭവിക്കത്തുള്ളൂ. അപ്പോൾ യേശു കർത്താവ് തന്നെ നമ്മെ പ്രാർത്ഥിപ്പാൻ പഠിപ്പിച്ചു. നമ്മൾ യേശു കർത്താവിനേക്കാൾ വലിയവരാകണ്ട, യേശു കർത്താവിനേക്കാൾ ആത്മഭാരമുള്ളവരുമാകണ്ട. സ്തോത്രം. മനസ്സിലാകും എന്ന് ഞാൻ കരുതട്ടെ. അപ്പോൾ സഭയുടെ പ്രാർത്ഥന, വരയണമേ വരയണമേ. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ആ പ്രാർത്ഥന നമുക്കൊരു ഉറപ്പ് തരുന്നു. യേശു ഇതുവരെ വന്നിട്ടില്ല, പക്ഷേ നമ്മുടെ കർത്താവ് വരും. സ്തോത്രം. സോ the guarantee or the proof of the testimony of the prayer of the church. നമുക്കും പ്രാർത്ഥിക്കണം. കർത്താവേ താമസിക്കലേ താമസിക്കലേ. സ്തോത്രം. കർത്താവേ വരയണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ നാം അർത്ഥമാക്കുന്നത് ഇനിയും ആരും സുവിശേഷം കേൾക്കണ്ട എന്നും രക്ഷിക്കപ്പെടേണ്ട എന്നും അല്ല. അങ്ങനെ ആരും തെറ്റിദ്ധരിക്കരുത്. അങ്ങ് വരയണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ വാക്കും ഭാഷണവും ഇല്ലാതെ പറയുന്ന കാര്യമാണ്. അങ്ങയുടെ വരവിന് മുമ്പ് ജാതികളുടെ പൂർണ്ണ സംഖ്യ ചേരേണ്ടത് മുഴുവനും എത്രയും വേഗം ഒന്ന് ചേരുവാൻ സഹായിക്കണമേ എന്ന്. സ്തോത്രം. അതുപോലെ 2 പത്രോസ് 3-ാം അധ്യായത്തിന്റെ 10, 11, 12 വാക്യങ്ങൾ വായിക്കുമ്പോഴും, പ്രത്യേകിച്ച് 10-ാമത്തെ വാക്യത്തിലും നാം വായിക്കുന്നുണ്ട്, നമ്മുടെ കർത്താവിന്റെ വരവിനെ ബന്ധപ്പെടുത്തുക. സ്തോത്രം. ഹാസനിങ് ദ കമ്മിങ് ഓഫ് ദ ലോർഡ്. കർത്താവിന്റെ വരവിനെ ബന്ധപ്പെടുത്തണം. എങ്ങനെയാ ബന്ധപ്പെടുത്തുക? അതിലൊരു കാര്യം നിരന്തരമായി കർത്താവിനോട് പ്രാർത്ഥിക്കുക എന്നത് തന്നെ. സുവിശേഷം അറിയിക്കുക എന്നതുണ്ട്. നമ്മൾ മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കുക എന്നതുണ്ട്. അതെല്ലാം ഉള്ളപ്പോൾ തന്നെ, സ്തോത്രം, നാം യേശുവിന്റെ വരവിനെ ബന്ധപ്പെടുത്തുന്ന ഒരു രീതി കർത്താവിനോട് അതിനു വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതുമാണ്. സ്തോത്രം. അപ്പോൾ കർത്താവിന്റെ വരവിനായി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കണം. സ്തോത്രം. അത് തിരുവെഴുത്തിൽ യേശുക്രിസ്തുവിന്റെ ഉപദേശം മുതൽ വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്ന ഏറ്റവും ഒടുവിലത്തെ പ്രാർത്ഥന വരെ അങ്ങനെയുണ്ട്. രണ്ടാമത് അവിടെയുള്ള ചോദ്യം അല്ലെങ്കിൽ സംശയങ്ങൾ, വേഗം വരണേ എന്ന് പ്രാർത്ഥിക്കണോ അതോ വരണേ എന്ന് പറഞ്ഞാൽ മതിയോ എന്ന്. നമുക്ക് അവിടെ തന്നെ വ്യക്തതയോടെ കാണാൻ സാധിക്കും. യേശു എന്താ പറഞ്ഞത്? എന്തിനാണ് യോഹന്നാൻ ആമീൻ പറഞ്ഞത്?
ഞാൻ വേഗം വരുന്നു എന്ന് പറഞ്ഞതിന്. ഇതാ ഞാൻ വേഗം വരുന്നു എന്ന് യേശു പറഞ്ഞതിനാണ് യോഹന്നാൻ ആമീൻ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ആ ആമീൻ എന്നതിൽ തന്നെ എന്തടങ്ങിയിട്ടുണ്ട്? വേഗം വരണമേ എന്ന പ്രാർത്ഥനയുണ്ട്. അതുകൊണ്ടും തൃപ്തനാകാതെ വന്നപ്പോഴാണ് ഒന്നും കൂടെ യോഹന്നാൻ എടുത്തു പറഞ്ഞത്, കർത്താവേ വരയണമേ. ഇവിടെയും ചിലര് വരയണമെന്ന് പറഞ്ഞാൽ മതി, അല്ല വേഗം വരണമെന്ന് പറയണം. യോഹന്നാനെയും കുറ്റം പറഞ്ഞു കേട്ടിട്ടുണ്ട്. യേശു പറഞ്ഞു ഇതാ ഞാൻ വേഗം വരുന്നു എന്ന്. പക്ഷെ യോഹന്നാൻ അല്ലെങ്കിൽ സഭ അപ്പോൾ പറയുന്നത്, ഓ വേഗം ഒന്നും വരണ്ട, ഇങ്ങ വന്നാ മതി. അതും തെറ്റാണ്. ആ ആദ്യത്തെ ആമീനിനകത്ത് വേഗം വരയണമേ എന്ന അപേക്ഷയുണ്ട്. അത് കൂടാതെയാണ് യോഹന്നാൻ പറയുന്നത് കർത്താവേ വരയണമേ. അതുകൊണ്ട് വേഗം വരയണമേ എന്ന് പറയുന്നത് തന്നെയാണ് കൂടുതൽ യുക്തം, കൂടുതൽ ശരി. കാരണം നമ്മൾ യേശു പറഞ്ഞ കാര്യം പറയുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഒരു ആമീൻ പറയുന്നതിൽ അവിടെ അർത്ഥമില്ല. ആമീൻ കർത്താവായ യേശുവേ എന്ന് പറയുന്നതിൽ അവിടെ അർത്ഥമില്ല. കാരണം യേശു പറഞ്ഞതിനോടാണ് യോഹന്നാൻ ആമീൻ എന്ന് പ്രതികരിച്ചത്. പക്ഷെ നമ്മുടെ ഇടയിൽ ആമീൻ പറയാനായിട്ട് വേറെ ഒന്നുമില്ല. ആ വാക്യം അങ്ങനെ അങ്ങ് ഉച്ചരിക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ആമീൻ എന്ന് പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, പറയുന്നത് കൊണ്ട് തെറ്റൊന്നുമില്ല. പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, വേഗം വരയണമേ എന്നുള്ള പ്രാർത്ഥന തന്നെയായിരിക്കും കൂടുതൽ യുക്തമായിട്ടുള്ളത്. ഇനി അല്ല, ആ വാക്യം അങ്ങനെ അങ്ങ് പറയുകയാണോ, അതിലും തെറ്റില്ല. അതുകൊണ്ട് ആ വേഗം എന്നുള്ള ആ പദപ്രയോഗത്തിൽ നമ്മൾ കടിച്ചു തൂങ്ങി വല്ലാത്ത വിഷയമൊന്നും ഉണ്ടാക്കേണ്ടതില്ല എന്ന് ആ ഭാഗം അത്രയും പറഞ്ഞ് ഞാൻ വിടുന്നു. അപ്പോൾ ദൈവസഭയുടെ പ്രാർത്ഥനയുടെ ഉറപ്പ് അല്ലെങ്കിൽ ഗ്യാരണ്ടി യേശുക്രിസ്തുവിന്റെ വരവ് സംഭവിക്കും എന്നുള്ളതിന് അടയാളമായിട്ടുണ്ട്. സ്തോത്രം. മുൻപോട്ട് പോകാമല്ലോ. ശരി, ചോദ്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് 9ാമത്തെ തെളിവിലേക്ക് പോകുന്നു. 9ാമത്തേത് the hopeful anticipation of the early church. The hopeful anticipation of the early church. ആദിമ സഭയുടെ പ്രത്യാശാപൂർണമായ കാത്തിരിപ്പിന്റെ തെളിവ്. യേശുക്രിസ്തുവിനെ നേരിട്ട് കണ്ട് കേട്ട് അനുഭവിച്ച ആദിമ നൂറ്റാണ്ടിലെ സഭ ഏറെ പ്രത്യാശയോടെ കാത്തിരുന്നത് മറ്റൊന്നിനും വേണ്ടിയായിരുന്നില്ല, നമ്മുടെ കർത്താവിന്റെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടിയായിരുന്നു. അവരുടെ ആയുഷ്കാലത്ത് തന്നെ യേശു വരുമെന്ന് അവർ വിശ്വസിച്ചിരുന്നു. അതെ, അതുകൊണ്ടായിരുന്നു അവർ പറയുമായിരുന്നത് മാറാൻ ആട്ടാ. കഴിഞ്ഞ ദിവസം 2-3 ദിവസമാണെന്ന് തോന്നുന്നു, നമ്മുടെ ബാബുവെങ്കിലും എബ്രാം ജോസഫ് പാസ്റ്ററെങ്കിലും കൂടെ ഇങ്ങനെ സംസാരിച്ച് വന്നപ്പം ബാബുവെങ്കിൽ പറഞ്ഞു, എളുപ്പം അങ്ങ് അക്കരയ്ക്ക് പോകാനാ പാലത്തിന്റെ അടുത്തിരിക്കുന്നത്. നിങ്ങൾ കാണാമല്ലോ ഞങ്ങളൊരു പാലത്തിന്റെ അടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹം
മരണം എന്നതാണ് ഉദ്ദേശിച്ചത്. ഇത്രയൊക്കെ പ്രായമൊക്കെ ആയില്ലേ, അതുമൊക്കെ ഉണ്ട്, ഒരുപക്ഷെ പോകാറായി എന്ന അർത്ഥത്തിലാണ് പറഞ്ഞത്. അപ്പോൾ എബ്രഹാം ജോസഫ് ഭാഷകൾ പറഞ്ഞു, അങ്ങനെ എന്തിനാ നമ്മൾ ചിന്തിക്കുന്നത്? കർത്താവ് ഇങ്ങോട്ട് വന്ന് നമ്മൾ മരിക്കുന്നതിന് മുമ്പ് അങ്ങോട്ട് കൊണ്ടുപോകുമെന്ന് വിശ്വസിച്ചുകൂടെ? തീർച്ചയായിട്ടും ആദിമ നൂറ്റാണ്ടിലെ ദൈവസഭ കാത്തിരുന്നത് അവരുടെ ജീവകാലത്ത് യേശു വരും എന്നുള്ളതായിരുന്നു. നമ്മളൊക്കെ എടുത്തുദ്ധരിക്കാറുള്ള 1 തെസ്സലോനിക്കർ 4:16 മുതൽ ഉള്ള വാക്യങ്ങൾ സത്യത്തിൽ പൗലോസ് ഉപദേശിച്ചത് ഇങ്ങനത്തെ ഒരു പശ്ചാത്തലത്തിൽ. പാവം തെസ്സലോനിക്ക സഭ ഏറെ പ്രത്യാശയോടെ കാത്തിരിക്കുകയായിരുന്നു യേശുവിന്റെ വരവിന് വേണ്ടി. അവരാരും മരിക്കയില്ല, അവരെല്ലാവരും രൂപാന്തരപ്പെട്ട് യേശുവിനോടുകൂടെ പോകുമെന്ന വലിയ പ്രത്യാശയായിരുന്നു അവർക്ക്. പക്ഷേ അതിന് വിപരീതമായി അവരുടെ ഇടയിൽ ചില വിശ്വാസികൾ മരിച്ചു, ചില ക്രിസ്ത്യാനികൾ മരിച്ചപ്പോൾ അവരെ കുറിച്ച് വല്ലാത്ത ആശങ്ക. അയ്യോ, ഇനി അവർ പോകത്തില്ലല്ലോ കർത്താവിന്റെ വരവിൽ എന്നൊക്കെ. അതിനെയാണ് പൗലോസ് ഖണ്ഡിച്ചു എന്ന് പറയുന്നതിനേക്കാൾ അവർക്ക് സംശയ നിവാരണം വരുത്തി കൊടുക്കുന്നത്. 13-ാമത്തെ വാക്യം ഒന്ന് വായിച്ചോളൂ. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അടുത്തതും കൂടെ. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നു. എങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോടുകൂടെ വരുത്തും. സ്തോത്രം. മരിച്ചുപോയവർ പോയി, ഇനിയും അവരെ കുറിച്ച് ഒരു പ്രതീക്ഷയുമില്ല എന്ന് ഈ തെസ്സലോനിക്ക വിശ്വാസികൾ കരുതി. എന്നാൽ പൗലോസ് പറയുന്നു, അങ്ങനെയല്ല. അവരെ കുറിച്ച് നിങ്ങൾ പ്രത്യാശയില്ലാത്തവരാകരുത്. സ്തോത്രം. യേശു മരിച്ച് ഉയർത്തെഴുന്നേറ്റുവെങ്കിൽ അതുപോലെ തന്നെ മരിച്ച വിശുദ്ധന്മാരും ഉയർക്കും. ജീവിച്ചിരിക്കുന്ന നമ്മൾ മരിച്ചവർക്ക് മുൻപ് ആവുകയില്ല. സ്തോത്രം. അപ്പോൾ നോക്കണേ, 1-ാം നൂറ്റാണ്ടിലെ സഭയുടെ പ്രത്യാശ അവരുടെ ആയുഷ്കാലത്ത് തന്നെ യേശു വരും. അതുകൊണ്ടും കൂടെ തന്നെയായിരുന്നു ആദ്യ നൂറ്റാണ്ടിലെ സഭ ആദ്യകാലത്ത് തങ്ങളുടെ വസ്തുവകകളൊക്കെ വിറ്റ് ഒരു സ്ഥലത്ത് തന്നെ കൂടിയിരുന്ന് പ്രാർത്ഥിച്ചും പാടിയും ഉള്ളതൊക്കെ കൂടെ ഒരുമിച്ച് കഴിച്ചും മുൻപോട്ട് പോയത്. ഇതെല്ലാം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, ദൃക്സാക്ഷികളായി, നേരിട്ടുള്ള സാക്ഷികളായി, യേശുവിനെ കണ്ട് കേട്ട വിശുദ്ധന്മാരുടെ സംഘം ആദിമസഭ യേശുവിന്റെ വരവിനായി പ്രത്യാശയോടെ കാത്തിരുന്നത് എനിക്കും നിങ്ങൾക്കും കൂടെ പ്രത്യാശ നൽകുന്ന, ഉറപ്പ് നൽകുന്ന കാര്യമാണ്. സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം 43 മുതൽക്കുള്ള വാക്യങ്ങളുണ്ട്. Acts 2:43 following, and now what we read from 1 Thessalonians 4:13 following. 1 തെസ്സലോനിക്കർ 4:13 മുതൽ ഇപ്പോൾ നമ്മൾ വായിച്ചു. 1 തെസ്സലോനിക്കർ തന്നെ 5:1 മുതൽക്കുള്ള വാക്യങ്ങൾ. ഇതെല്ലാം നമ്മോട് പറയുന്നത് 1-ാം നൂറ്റാണ്ടിലെ സഭയുടെ പ്രത്യാശ ക്രിസ്തുവിന്റെ വരവായിരുന്നു. ഫിലിപ്പി ലേഖനം 3:20 നമുക്കറിയാമല്ലോ. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു,
അവിടെ നിന്ന് ബാക്കി പറയാമോ? അവിടെ നിന്ന് കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരും എന്ന് നാം കാത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കർത്താവായ യേശു രക്ഷിതാവായി വരുമെന്ന്. സ്തോത്രം. അപ്പോൾ 1-ാം നൂറ്റാണ്ടിലെ സഭയ്ക്ക് വേറെ ഒരു പ്രതീക്ഷയില്ല. ഭരണം മാറുന്നതും നല്ല ദിനം വരുന്നതും എല്ലാം ശരിയാകുന്നതും ഇതൊന്നും ആയിരുന്നില്ല 1-ാം നൂറ്റാണ്ടിലെ സഭയുടെ പ്രത്യാശ. പകരം ക്രിസ്തുവിന്റെ വരവ് എന്നുള്ളതായിരുന്നു. നമുക്കും ആ പ്രത്യാശയാകാവും. സ്തോത്രം. പ്രതീക്ഷകൾ കൊണ്ട് പ്രത്യാശയെ മാറ്റരുത്. സ്തോത്രം. We should not substitute our hope with expectations. പ്രതീക്ഷകൾ കൊണ്ട് പ്രത്യാശയെ നമ്മൾ പകരം വയ്ക്കരുത്. സ്തോത്രം. ആദിമ നൂറ്റാണ്ടിലെ ദൈവസഭയുടെ അതേ പ്രത്യാശയുള്ളവരായി നമുക്ക് പോകാം. അവസാനത്തെ കാര്യവും കൂടെ പറഞ്ഞ് നിർത്താം. വേറെയും ഉണ്ടെങ്കിലും ഈ 10 എണ്ണമേ നമ്മൾ ഒരുമിച്ച് പങ്കുവെക്കുന്നുള്ളൂ. വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഗ്യാരണ്ടി എന്ന് ബൈബിൾ പറയുന്ന ഒരു കാര്യമാണ്. സ്തോത്രം. The presence and the endowment of the Holy Spirit in the world with the church. The presence and the endowment of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യവും ദൈവ സഭയോടൊപ്പം പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യവും പകരപ്പെടലും. എന്തു പറയുന്നു? പരിശുദ്ധാത്മാവ് ഇന്ന് ലോകത്തിലുണ്ടോ? സ്തോത്രം. സഭയോടൊപ്പം ഉണ്ടോ? സ്തോത്രം. സംഘടനകളുടെ കാര്യം വിടെ. എന്നാൽ വിശുദ്ധന്മാരുടെ കൂടിവരവുകളിൽ പരിശുദ്ധാത്മാവുണ്ട്. വിശുദ്ധന്മാരോട് കൂടെയും വിശുദ്ധന്മാരിലും പരിശുദ്ധാത്മാവ് വസിക്കുന്നു. വിവിധമായ കൃപകളും വരങ്ങളും ഫലവും പരിശുദ്ധാത്മാവ് തരുന്നു. അപ്പോൾ സ്തോത്രം, പരിശുദ്ധാത്മാവ് ഇന്ന് സഭയോടൊപ്പം ലോകത്തിലുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. സ്തോത്രം. എന്തിനാ പരിശുദ്ധാത്മാവിനെ ഇങ്ങനെ നമുക്ക് തന്നിരിക്കുന്നത്? സ്തോത്രം. എഫേസ്യ ലേഖനം 1-ാം അധ്യായം 13-14 വാക്യങ്ങൾ. എഫേഷ്യൻസ് 1:13-14. അവനിൽ നിങ്ങളുടെ രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷം എന്ന സത്യവചനം നിങ്ങൾ കേൾക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്തിട്ട് തന്റെ ജനത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി തന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിന്റെ ആചാരമായ വാഗ്ദത്തത്തിൽ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കും. എന്തുവാ പരിശുദ്ധാത്മാവ്? അച്ചാരം. എന്തിന്റെ അച്ചാരം? നമ്മുടെ മരണത്തിൽ നിന്ന് നമ്മളെ ഉയർപ്പിക്കുന്ന വാഗ്ദത്തത്തിന്റെ അച്ചാരം. സ്തോത്രം. അച്ചാരം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഗ്യാരണ്ടി. ഇംഗ്ലീഷിൽ ഗ്യാരണ്ടി എന്നാ കൊടുത്തിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത്, അല്ലെ? 14-ാമത്തെ വാക്യത്തിൽ ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത് guarantee of our inheritance. Yeah, guarantee of the redeemed. വീണ്ടെടുക്കപ്പെട്ടവരുടെ സ്തോത്രം അവകാശത്തിന്റെ ഉറപ്പിന് വേണ്ടി വാഗ്ദത്തത്തിന്റെ അച്ചാരമായി പരിശുദ്ധാത്മാവിനെ നൽകിയിരിക്കുന്നു, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെ കൊണ്ട്
മുദ്രയിട്ടിരിക്കുന്നു. പരിശുദ്ധാത്മാവ് വെറുതെ നമ്മളെ ഉപവാസ പ്രാർത്ഥനയുടെ ഇടയിൽ ഒന്ന് ഇളക്കി അനക്കാനുള്ള സാധനമല്ല. പാട്ടിന്റെ അവസാനം ഒന്ന് വൈബ്രേറ്റ് ചെയ്ത് നിൽക്കാനുള്ളതല്ല. രണ്ട് അന്യഭാഷ ഇങ്ങനെ പറയാനുള്ളതല്ല. പക്ഷേ പരിശുദ്ധാത്മാവിനെ വിളിക്കുന്നത് വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവെന്ന്. The Holy Spirit of promise, വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവ്. He is also called the guarantee of our inheritance. നമ്മുടെ അവകാശത്തിന്റെ സ്തോത്രം അച്ചാരമായ പരിശുദ്ധാത്മാവ്. നമുക്ക് ദൈവം തന്നിട്ടുള്ള ഏറ്റവും വലിയ വാഗ്ദത്തം യേശുവിന്റെ മടങ്ങിവരവാണ്. നമുക്കുള്ള ഏറ്റവും വലിയ വാഗ്ദത്തം ക്രിസ്തുവിന്റെ മടങ്ങിവരവാണ്. പക്ഷേ ഇതുവരെ അത് നിറവേറിയോ? ഇല്ല. സ്തോത്രം. നിറവേറുമോ? നിറവേറും. കാരണം എന്തേ? അതിന്റെ ഗ്യാരണ്ടി അഡ്വാൻസ് നമുക്ക് തന്നിട്ടുണ്ട്. അഡ്വാൻസ് തന്നിട്ടുണ്ട്. സ്തോത്രം. അതായത് കർത്താവ് സഭയ്ക്ക് നൽകിയ വാഗ്ദത്തത്തിന്റെ ആദ്യത്തെ ഇൻസ്റ്റാൾമെന്റ്, ആദ്യത്തെ ഗഡു നമുക്ക് തന്നു കഴിഞ്ഞു. സ്തോത്രം. God has granted us the first installment of the very promise of God. സ്തോത്രം. ദൈവത്തിന്റെ നമുക്കായുള്ള വാഗ്ദത്തത്തിന്റെ ഒന്നാമത്തെ ഭാഗം, ആദ്യ ഗഡു നമുക്ക് തന്നു. എന്താണ് ആദ്യ ഗഡു? പരിശുദ്ധാത്മാവ്. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിനെ ആദ്യം മുതലേ വാഗ്ദത്തത്തിന്റെ ആത്മാവ് എന്ന് വിളിക്കുന്നത്. വാഗ്ദത്തത്തിന്റെ ആത്മാവ്, ദ സ്പിരിറ്റ് ഓഫ് പ്രോമിസ്. അപ്പോസ്തല പ്രവൃത്തികൾ 1:4 തന്നെ യേശു പറഞ്ഞതും അത് തന്നെയാണ്. നിങ്ങൾ യെരൂശലേമിൽ നിന്നും വാങ്ങിപ്പോകരുത്. എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി നിങ്ങൾ കാത്തിരിക്കണം. സ്തോത്രം. അതേ പ്രിയരെ, സ്തോത്രം. പരിശുദ്ധാത്മാവിനെ നമുക്കിന്ന് ഭൂമിയിൽ കാണുവാൻ കഴിയുന്നെങ്കിൽ, പരിശുദ്ധാത്മ സാന്നിധ്യവും പ്രവൃത്തിയും ഭൂമിയിൽ ഇന്ന് ഉണ്ട് എങ്കിൽ, അതിന്റെ അർത്ഥം സ്തോത്രം യേശു വന്നിട്ടില്ലെന്നും, 2 സ്തോത്രം അവൻ വാഗ്ദത്തം ചെയ്തത് നിവർത്തിക്കുമെന്നുമാണ്. കർത്താവിന്റെ ഏറ്റവും വലിയ വാഗ്ദത്തം തന്റെ വരവിന്റെ വാഗ്ദത്തമാണ്. The promise. If we can call something, address something, understand something as the promise, it is nothing but the second advent of the Lord Jesus Christ in the mid-air to take up the church with him. സ്തോത്രം. അതിന്റെ ഉറപ്പായി നമുക്ക് വാഗ്ദത്തത്തിന്റെ പരിശുദ്ധാത്മാവിനെയും നൽകിയിരിക്കുന്നു. വാഗ്ദത്തത്തിന്റെ പരിശുദ്ധാത്മാവിനെയും നൽകിയിരിക്കുന്നു. അത് നമുക്ക് ഉറപ്പാണ്. സ്തോത്രം. എഫേസ്യ ലേഖനം തന്നെ 4:30 നമുക്കറിയാം. എഫേഷ്യൻസ് 4:30. അവിടെ നാം കാണുന്നു, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാലല്ലോ. ബാക്കി പറഞ്ഞാട്ടെ. നാളിനായി നമ്മെ തിരിക്കുന്നത്. ദ സീൽ ഓഫ് ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിന്റെ മുദ്ര.
പരിശുദ്ധാത്മാവിന്റെ മുദ്ര. അത് നമുക്ക് ഉറപ്പാണ്, നമ്മുടെ കർത്താവ് വരും എന്നുള്ളതിന്. അതുപോലെ 2 കൊരിന്ത്യർ 5:5 നാം അങ്ങനെ തന്നെ കാണുന്നുണ്ട്. 2 Corinthians 5:5 അവിടെയും നാം കാണുന്നു, പരിശുദ്ധാത്മാവിനെ അച്ചാരമായി നൽകിയിരിക്കുന്ന ദൈവം. സ്തോത്രം. So he is the first installment of the very promise of God, the promise of the second coming of Christ. Praise God. അങ്ങനെ കുറഞ്ഞത് ഈ 10 തെളിവുകൾ യേശു വരും എന്നുള്ളതിന് നമുക്കുണ്ട്. ഈ തെളിവുകൾ, ഈ ഉറപ്പുകൾ നമ്മുടെ പ്രത്യാശയെ വർദ്ധിപ്പിക്കുന്നതല്ലേ? സ്തോത്രം. നമ്മുടെ ആകുലതകളെ അകറ്റുന്നതല്ലേ? സ്തോത്രം. പരാതികളെ നീക്കുന്നതല്ലേ? നമുക്കിന്ന് രാത്രി ഈ ഉറപ്പുകളുടെ മുമ്പിൽ നമ്മെ സമർപ്പിക്കാം. കർത്താവേ, അങ്ങ് തന്നിട്ടുള്ള അങ്ങയുടെ വരവിന്റെ വാഗ്ദത്തത്തിനായി സ്തോത്രം. ആമേൻ. Is absolutely our faith, our concrete faith in this particular fact of the hope. It's the anchor of our life. അതുകൊണ്ടാണ് ഈ പ്രത്യാശയെ സ്തോത്രം നങ്കൂരമായി തിരുവെടുത്ത് പഠിപ്പിക്കുന്നത്. ആങ്കർ, നങ്കൂരമായിട്ടാണ് പഠിപ്പിക്കുന്നത് ഈ പ്രത്യാശയെ. കാരണം നമ്മുടെ ജീവിതത്തിൽ ഈ ലോക മഹാസാഗരത്തിൽ വിശ്വാസ പടകിൽ യാത്ര ചെയ്യുമ്പോൾ ധാരാളം ഓളങ്ങളും തിരമാലകളും കൊണ്ട് നമ്മൾ പടകം മുങ്ങുമാറാകും. എന്നാൽ പ്രത്യാശ എന്ന നങ്കൂരം ആഴത്തിലിട്ടാൽ ഒരു തിരമാലയ്ക്കും നമ്മെ മുക്കാൻ കഴിയില്ല, നമ്മെ ഇളക്കാൻ കഴിയില്ല. അതുകൊണ്ട് സ്തോത്രം, ആ പ്രത്യാശയുടെ നങ്കൂരം മുറുകെ പിടിച്ച് കുലുങ്ങാത്തവരായി യേശുവിന്റെ വരവിനായി നമുക്ക് ഒരുങ്ങാം. ദൈവമായ കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ ആശീർവദിക്കുമാറാകട്ടെ.